ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ഫിസ്ന ഫുഡ് ടെക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വ്ളോഗ് ലഞ്ച് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉച്ചയൂണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചെറുതായിട്ടുള്ള ഒരു ഉച്ചയൂണാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ഇന്ന് ചോറ് വെക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് കുക്കറിൽ വെള്ളം തിളച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ഉപ്പേരിക്ക് ഫൈസൽക്കാക്ക കൊണ്ടുവന്നതാണ് കേട്ടോ ചീര. നല്ല ഫ്രഷ് ചീരയാണ്. അപ്പോൾ എനിക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ തോന്നിയില്ല. ഇപ്പം തന്നെ വെക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ വെക്കുകയാണ്. വെക്കാൻ നോക്കിയപ്പോൾ കണ്ടില്ലേ, നല്ല പുഴുക്കൾ എന്തോ കടിച്ചതുപോലെ ഉണ്ട്. വെള്ള പുള്ളിയുണ്ട് കണ്ടില്ലേ, കൂട് കൂട്ടി എന്തോന്നാണ്. പക്ഷെ അതൊക്കെ ഒഴിവാക്കണം കേട്ടോ, പച്ച പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടില്ല, കനയുള്ള ഈ തണ്ട് ഇവിടെ നിറകെ മുറിച്ചതിന് ശേഷം നമ്മൾ മണ്ണിലൊക്കെ താഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചീരയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഈ ചീര എന്ന് പറയുന്നത് നല്ലൊരു ഗുണമുള്ള സാധനം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ഒരുപാട് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാം. ഇലകളും തണ്ടുകളൊക്കെ സെപ്പറേറ്റ് വെച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകി കുറച്ച് നേരം വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് റൈസൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഞാൻ റൈസ് കുക്കറിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ ചോറൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളരിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളരി ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചെറിയ കഷ്ണം വലിയ ഉള്ളിയും ഒരു തക്കാളിയും 2-3 പച്ചമുളകും നെടുകെ കീറിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് മുളക് പൊടി. അപ്പം നിങ്ങൾക്ക് എരിവ് ഇത്രയും വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി കുറച്ച് ഇടാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ മൂടി വെച്ച് നമുക്കിത് 2-3 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഞാൻ ചീര നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ തോതിൽ അരിയുക. അപ്പോൾ വലിയ തണ്ടുകളൊക്കെ ഉണ്ടാവും. ചീര അരിഞ്ഞതിന് ശേഷം വലിയ തണ്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കട്ടോ. കാരണം ചീരയുടെ തണ്ടൊക്കെ ചിലവരൊക്കെ ഒഴിവാക്കുന്നവരുണ്ടാവും. അതൊന്നും ഒഴിവാക്കാതെ ഇതുപോലെ വലിയ കണ്ടില്ലേ, ഇതുപോലെ ചെറിയ തണ്ടുകളും വലിയ തണ്ടുകളൊക്കെ ഉണ്ടാവും. അത് മാറ്റി വെച്ച് ചെറിയ പീസാക്കി നമുക്ക് ഈ ഉപ്പേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും ദാ വെള്ളരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുക്കറിൽ നിന്ന് മാറ്റി മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ തേങ്ങയുടെ അരപ്പിലേക്ക് പെരിഞ്ചീരകവും ചെറിയുള്ളിയും ആണ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചു കൊടുത്തതാണിത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തുള്ളിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. കറി വറവിടാനായിട്ട് ഞാനൊരു ഇരുമ്പിച്ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചതച്ചതൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇഷ്ടമല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഈ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. പിന്നീട് ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകവും കറിവേപ്പിലും ഇട്ട് കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളകൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. റൈസ് കുക്കർ ഞാൻ തുറന്ന് നോക്കിയപ്പം റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അടുത്തതായിട്ട് ചീരയുടെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഇതുപോലത്തെ ഇരുമ്പുചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്.
അങ്ങനെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് വലിയ ഉള്ളിയും പച്ചമുളകും ഞാൻ 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇലയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ഞാൻ ചീരയുടെ തണ്ടുണ്ടല്ലോ, അത് ചെറുതാക്കി അരിഞ്ഞ് ഇതിലിട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചീരത്തണ്ടും ഈ ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ചീര ഇട്ട് കൊടുക്കാം. അപ്പം മുഴുവനായിട്ട് ചീര ഇട്ട് കൊടുത്തപ്പോൾ ഇത് ഇളക്കാനൊക്കെ വലിയ പ്രയാസം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ വാടി വരുമ്പോൾ ഇതിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതാ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, പക്ഷെ കണ്ടില്ലേ ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും വാടിയപ്പോഴേക്കും ഇത് കുറച്ച് ചീരയേ ഉള്ളൂ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2-3 ടീസ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചമ്മന്തി ആയിട്ടും ഇട്ട് കൊടുക്കാം, പക്ഷെ ഞാൻ ഇതിലേക്ക് മുട്ട ചേർക്കുന്നതുകൊണ്ട് ചമ്മന്തി ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അരികു വശത്തിലേക്കായിട്ട് നമുക്കൊരു മുട്ട ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഇത് മിക്സാക്കി ഒരു തോരനാക്കി എടുക്കണം. ഇനി വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചീരയുടെ ഉപ്പേരും റെഡിയായി. ഇനി നമുക്ക് ഫിഷ് ഒന്ന് നല്ലതുപോലെ മസാല കൂട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ, കുറച്ച് മുൻപേ. അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വരണം. അപ്പോൾ എണ്ണയിലോട്ടിട്ട് ഫിഷൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ആയതിനു ശേഷം പിന്നെ ഞങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വ്ളോഗും റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.